ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ഐം കാൽക്കുലേറ്റിംഗ്. 2025 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള 31ാമത്തെ വീഡിയോയാണിത്. ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, സെബിയുടെ പുതിയ ചെയർമാൻ തുഹിൻ കാന്ത് പാണ്ഡെയാണ്. സെബിയുടെ പുതിയ ചെയർമാനാണ് തുഹിൻ കാന്ത് പാണ്ഡെ. സെബിയുടെ 11ാമത്തെ ചെയർമാനായിട്ടാണ് തുഹിൻ കാന്ത് പാണ്ഡെ നിയമിതനായിരിക്കുന്നത്. സെബിയുടെ പുതിയ ചെയർമാൻ തുഹിൻ കാന്ത് പാണ്ഡെ. സ്കൂൾ കുട്ടികൾക്ക് ഇൻഷുറൻസ് നൽകുന്നതിനായി ശിക്ഷാ സഞ്ജീവനി ബീമാ യോജന എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാനാണ്. സ്കൂൾ കുട്ടികൾക്ക് അപകട ഇൻഷുറൻസ് നൽകുന്നതിനായി ശിക്ഷാ സഞ്ജീവനി ബീമാ യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാനാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഡയറക്ടറായി നിയമിതനായത് സുമൻ കുമാറാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഡയറക്ടറായി നിയമിതനായത് സുമൻ കുമാറാണ്. ലോക്സഭ മണ്ഡല പുനർവിഭജനത്തിൽ കേരളത്തിന് നഷ്ടമാകുന്ന സീറ്റുകളുടെ എണ്ണം 2 ലോക്സഭ മണ്ഡല പുനർവിഭജനത്തിൽ കേരളത്തിന് നഷ്ടമാകുന്ന സീറ്റുകളുടെ എണ്ണം 2. 2025 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയുടെ വേദി ഫ്രാൻസ് ആണ്. 2025 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയുടെ വേദി ഫ്രാൻസ്. പുത്തനാട്ടം എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് ആണ്. പുത്തനാട്ടം എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് പശ്ചിമ ബംഗാളിന്റെ ഗവർണറായ ഡോക്ടർ CV ആനന്ദ് ബോസ് ആണ്. ചന്ദ്രനിലെ ജലസ്രോതസ്സുകളെ കുറിച്ചുള്ള വിവരം ലഭ്യമാക്കുന്നതിനായി നാസ വിക്ഷേപിക്കുന്ന ദൗത്യമാണ് ലൂണാർ ട്രെയിൽ ബ്ലേസർ. ചന്ദ്രനിലെ ജലസ്രോതസ്സുകളെ കുറിച്ചുള്ള വിവരം ലഭ്യമാക്കുന്നതിനായി നാസ വിക്ഷേപിക്കുന്ന ദൗത്യമാണ് ലൂണാർ ട്രെയിൽ ബ്ലേസർ. ലോക സാമൂഹ്യ നീതി ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 20 ലോക സാമൂഹ്യ നീതി ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 20 ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും യാത്രക്കാർക്ക് ഒരുമിച്ച് ലഭ്യമാക്കുന്നതിനായി റെയിൽവേ അവതരിപ്പിച്ച പുതിയ ആപ്ലിക്കേഷന്റെ പേരാണ് സ്വറെയിൽ. ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും യാത്രക്കാർക്ക് ഒരുമിച്ച് ലഭ്യമാക്കുന്നതിനായി റെയിൽവേ അവതരിപ്പിച്ച പുതിയ ആപ്ലിക്കേഷന്റെ പേരാണ് സ്വറെയിൽ. സത്യേന്ദ്രനാഥ ബോസ് ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി നിലവിൽ വന്നത് പശ്ചിമ ബംഗാളിലാണ്. സത്യേന്ദ്രനാഥ ബോസ് ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി നിലവിൽ വന്നത് പശ്ചിമ ബംഗാളിൽ. നിഷ്ക്രിയമോ ക്ലെയിം ചെയ്യാത്തതോ ആയ മ്യൂച്വൽ ഫണ്ട് ഫോളിയോകൾ ട്രാക്ക് ചെയ്യുന്നതിനും തിരിച്ചുപിടിക്കുന്നതിനും നിക്ഷേപകരെ സഹായിക്കുന്നതിനുമായി സെബി ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് മിത്ര. നിഷ്ക്രിയമോ ക്ലെയിം ചെയ്യാത്തതോ ആയ മ്യൂച്വൽ ഫണ്ട് ഫോളിയോകൾ ട്രാക്ക് ചെയ്യുന്നതിനും തിരിച്ചുപിടിക്കുന്നതിനും നിക്ഷേപരെ സഹായിക്കുന്നതിനുമായി സെബി ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് മിത്ര. മിത്ര എന്നതിന്റെ പൂർണ്ണരൂപം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ട്രേസിംഗ് ആൻഡ് റിട്രീവൽ അസിസ്റ്റന്റ് എന്നതാണ്. മിത്ര എന്നതിന്റെ പൂർണ്ണരൂപം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ട്രേസിംഗ് ആൻഡ് റിട്രീവൽ അസിസ്റ്റന്റ് എന്നതാണ്. നിലമ്പൂരിലെ ടൂറിസം വികസനത്തിനായി ഹോം സ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റിയുമായി ചേർന്ന് നബാർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗ്രാമവിഹാർ. നിലമ്പൂരിലെ ടൂറിസം വികസനത്തിനായി ഹോം സ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റിയുമായി ചേർന്ന് നബാർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗ്രാമവിഹാർ. അടുത്തിടെ വ്യോമസേനയുടെ സഹായത്താൽ നിർവീര്യമാക്കപ്പെട്ട 2ാം ലോക മഹായുദ്ധകാലത്തെ ബോംബ് കണ്ടെത്തപ്പെട്ട നദീതീരമാണ് ചിലി. അടുത്തിടെ വ്യോമസേനയുടെ സഹായത്താൽ നിർവീര്യമാക്കപ്പെട്ട 2ാം ലോക മഹായുദ്ധകാലത്തെ ബോംബ് കണ്ടെത്തപ്പെട്ട നദീതീരമാണ്
ചിലി. സോളിഡ് റോക്കറ്റ് മോട്ടോറുകൾക്കായുള്ള ലോകത്തിലെ ഏറ്റവും വലിയ 10 ടൺ പ്രൊപ്പല്ലന്റ് മിക്സർ വികസിപ്പിച്ച രാജ്യം ഇന്ത്യയാണ്. സോളിഡ് റോക്കറ്റ് മോട്ടോറുകൾക്കായുള്ള ലോകത്തിലെ ഏറ്റവും വലിയ 10 ടൺ പ്രൊപ്പല്ലന്റ് മിക്സർ അവതരിപ്പിച്ച രാജ്യം ഇന്ത്യയാണ്. ജാവലിൻ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ വികസിപ്പിച്ച രാജ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. ജാവലിൻ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ വികസിപ്പിച്ച രാജ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. 2025 ഫെബ്രുവരിയിൽ വിജയകരമായി വെറ്റ് ടെസ്റ്റിംഗ് പൂർത്തിയാക്കിയ ഇന്ത്യയുടെ 4ാം മുറ മുങ്ങിക്കപ്പലാണ് മത്സ്യ 6000. 2025 ഫെബ്രുവരിയിൽ വിജയകരമായി വെറ്റ് ടെസ്റ്റിംഗ് പൂർത്തിയാക്കിയ ഇന്ത്യയുടെ 4ാം മുറ മുങ്ങിക്കപ്പലാണ് മത്സ്യ 6000. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് രാജ്യത്തെ പ്രമുഖ വനിതാ മാധ്യമ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേരള പത്രപ്രവർത്തക യൂണിയന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ദേശീയ വനിതാ മാധ്യമ പ്രവർത്തക കോൺക്ലേവിന്റെ വേദി തിരുവനന്തപുരമാണ്. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് രാജ്യത്തെ പ്രമുഖ വനിതാ മാധ്യമ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേരള പത്രപ്രവർത്തക യൂണിയന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ദേശീയ വനിതാ മാധ്യമ പ്രവർത്തക കോൺക്ലേവിന് വേദിയായത് തിരുവനന്തപുരമാണ്. PM ആശ പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്നതാണ്. PM ആശ പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്നതാണ്. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാളി ചിത്രകാരനാണ് മോപ്പസാങ് വാലത്ത്. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാളി ചിത്രകാരനാണ് മോപ്പസാങ് വാലത്ത്. പ്രഥമ സ്വരാജ് മാധ്യമ പുരസ്കാരത്തിന് അർഹനായത് MK സുരേഷ് ആണ്. പ്രഥമ സ്വരാജ് മാധ്യമ പുരസ്കാരത്തിന് അർഹനായത് MK സുരേഷ്. ആഗോള ടൂറിസം പ്രതിരോധ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 17 ആണ്. ആഗോള ടൂറിസം പ്രതിരോധ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 17. 2027 ദേശീയ ഗെയിംസിന് വേദിയാകുന്നത് മേഘാലയയാണ്. 2027 ദേശീയ ഗെയിംസിന് വേദിയാകുന്നത് മേഘാലയയാണ്. US, ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് മെച്ചപ്പെട്ട കണക്ടിവിറ്റി നൽകുന്നതിന് മെറ്റ പ്രഖ്യാപിച്ച ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സബ്സീ കേബിൾ പദ്ധതിയുടെ പേരാണ് പ്രോജക്റ്റ് വാട്ടർ വർത്ത്. അമേരിക്ക, ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് മെച്ചപ്പെട്ട കണക്ടിവിറ്റി നൽകുന്നതിന് മെറ്റ പ്രഖ്യാപിച്ച ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സബ്സീ കേബിൾ പദ്ധതിയാണ് പ്രോജക്റ്റ് വാട്ടർ വർത്ത്. അമേരിക്ക, ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് മെച്ചപ്പെട്ട കണക്ടിവിറ്റി നൽകുന്നതിന് മെറ്റ പ്രഖ്യാപിച്ച ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സബ്സീ കേബിൾ പദ്ധതിയുടെ പേരാണ് പ്രോജക്റ്റ് വാട്ടർ വർത്ത്. 2025 കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റിലായ മുൻ മൗറീഷ്യസ് പ്രധാനമന്ത്രിയാണ് പ്രാവിന്ദ് ജുഗ്ന. 2025 കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റിലായ മുൻ മൗറീഷ്യസ് പ്രധാനമന്ത്രിയാണ് പ്രാവിന്ദ് ജുഗ്ന. പുതിയ ആദായ നികുതി ബിൽ പരിശോധിക്കുന്നതിനുള്ള സമിതിയുടെ അധ്യക്ഷനാണ് ബൈജയന്ത് പാണ്ഡെ. പുതിയ ആദായ നികുതി ബിൽ പരിശോധിക്കുന്നതിനുള്ള സമിതിയുടെ അധ്യക്ഷനാണ് ബൈജയന്ത് പാണ്ഡെ. ഈ സമിതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന മലയാളികളാണ് NK പ്രേമചന്ദ്രനും ബെന്നി ബെഹനാനും. പുതിയ ആദായ നികുതി ബിൽ പരിശോധിക്കുന്നതിനുള്ള സമിതിയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബൈജയന്ത് പാണ്ഡെയാണ്.
പുതിയ ആദായ നികുതി ബിൽ പരിശോധിക്കുന്നതിനുള്ള സമിതിയിൽ ഉൾപ്പെട്ട മലയാളികളാണ് N.K. പ്രേമചന്ദ്രനും ബെന്നി ബെഹനാനും.